ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളിലൊരാൾ, കായംകുളം 4-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി. അത് ബെല്ലാരി എന്ന് സ്നേഹത്തോടെ നാട്ടുകാർ വിളിക്കുന്ന ശരത് ലാൽ ആണ്. ഒരു സാധാരണ തെങ്ങുകയറ്റ തൊഴിലാളി കുടുംബത്തിൽ നിന്നും ആരംഭിച്ച ജീവിതം ഇന്നിവിടെ ജനപ്രതിനിധിത്വത്തിൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുന്ന കഥയാണ് ശരത്തിൻ്റേത്. വെറുമൊരു സ്ഥാനാർത്ഥി മാത്രമല്ല ശരത്, ഈ നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞ സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു യുവാവ്. കായംകുളം മുഹീദ്ദീൻ പള്ളിക്ക് വടക്ക് പുത്തമ്പരത്തെക്കതിൽ ശരത് ലാൽ എന്ന പേരിനേക്കാൾ ജനങ്ങൾക്ക് സുപരിചിതം ബെല്ലാരി എന്ന പേരാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളോട് പൊരുതി വളർന്നവനാണ് ശരത്. ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയായ ശശിയുടെയും ലതയുടെയും രണ്ടാമത്തെ മകൻ, വിയർപ്പിൻ്റെ വിലയറിഞ്ഞ കുടുംബം. +2 പഠനത്തിന് ശേഷം വെറുതെ ഇരിക്കാൻ ശരത് തയ്യാറായില്ല. ITIയിൽ നിന്ന് ഡീസൽ മെക്കാനിക് കോഴ്സ് പാസ്സായി. ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പല ജോലികളും ചെയ്തു. തൊഴിലിൻ്റെ മഹത്വം അറിഞ്ഞവൻ. അതുകൊണ്ട് തന്നെ നാട്ടിലെ ഏത് ആവശ്യത്തിനും എന്ത് ജോലിക്കും ശരത്ത് മുന്നിലുണ്ടാവും. ബെല്ലാരി എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഏവർക്കും കൂടെ എന്തിനും ഏതിനും നമുക്ക് ബെല്ലാരി ഒരാളെ വിളിച്ചാൽ മതി. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഹോസ്പിറ്റൽ കേസ് എന്താണെങ്കിലും. ശരത് ലാലിന്റെ സ്ഥാനാർത്ഥിത്വം കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിന്റെ മകുടോദാഹരണമാണ്. വർഗീയത അധികാരത്തിന്റെ മറവിൽ നാടിനെ 2 തട്ടിലാക്കി സമാധാനം കളയുന്ന ഈ കാലത്ത് കഴിഞ്ഞ 10 വർഷത്തിലധികമായി മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനായ ശരത്ത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം സഹവർത്തിത്വത്തിൻ്റെതാണ്. എന്തുകൊണ്ട് മുസ്ലിം ലീഗ്? അതിനൊരു കാരണമുണ്ട്. തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ അന്ന് ശരത്തിന് താങ്ങായി നിന്നത്, പരിഹാരം കണ്ടെത്തിയത് മുസ്ലിം ലീഗും MSFുമായിരുന്നു. ആ സ്നേഹവും കരുതലും ശരത്ത് മറന്നില്ല. തൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിച്ചപ്പോൾ അവൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. അന്ന് തുടങ്ങിയ ആ ബന്ധം ഇന്നും തുടരുന്നു. അതുകൊണ്ട് തന്നെയാണ് വാർഡ് നറുക്കെടുപ്പ് നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ UDF തങ്ങളുടെ സ്ഥാനാർത്ഥിയായി ശരത്തിനെ പ്രഖ്യാപിച്ചത്. ഞാനൊരു തുടക്കക്കാരനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ എനിക്കുണ്ട്. എങ്കിലും ഞാൻ മാക്സിമം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാണ് പ്രവർത്തിക്കുന്നത്. വിജയം എനിക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം എൻ്റെ ജനങ്ങൾ ഒരിക്കലും എന്നെ കൈവിടില്ലെന്നുള്ള പൂർണ്ണ ഉറപ്പ് എനിക്കുണ്ട്. കൂട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ, നാട്ടുകാരുടെ ചങ്ക്, അതാണ് ബെല്ലാരി. കൂട്ടുകാരിൽ ആരെങ്കിലും പ്രയാസത്തിലായാൽ സ്വന്തം സമയം, സമ്പാദ്യം, സൗകര്യം ഒക്കെ ത്യജിച്ച് അവർക്ക് വേണ്ടി ഓടിയെത്തുന്നവൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശരത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ യുവാക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. തൻ്റെ ബാല്യകാല സുഹൃത്തായ ശരത്തിനെ പറ്റി 4-ാം വാർഡിലെ വോട്ടറായ മക്ബൂൽ പറയുന്നു. സാധാരണക്കാരനിൽ സാധാരണക്കാരനാണ് അവൻ. എല്ലാവർക്കും സഹായി. ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും അവൻ അവിടെ ഉണ്ടാകും. എന്ത് ജോലി വേണേലും ചെയ്യാൻ അവൻ തയ്യാറാണ്. മതത്തിൻ്റെയോ ജാതിയുടെയോ വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവൻ. അതാണ് ഞങ്ങളുടെ ശരത്. പക്ഷേ കായംകുളം 4-ാം വാർഡിൽ ഇത്തവണ പോരാട്ടം കടുപ്പമാണ്. കഴിഞ്ഞ 15 കൊല്ലമായി LDF കൈവശം വെച്ചിരിക്കുന്ന ഈ വാർഡ് തിരിച്ചുപിടിക്കുകയാണ് ശരത്തിൻ്റെയും UDFിൻ്റെയും ലക്ഷ്യം. സ്വന്തം ബന്ധു കൂടിയായ LDF സ്ഥാനാർത്ഥി ബീന ടീച്ചറാണ് ശരത്തിൻ്റെ എതിരാളി. അടുത്ത ബന്ധുവുമായുള്ള ഈ രാഷ്ട്രീയ മത്സരം കൂടുതൽ ശിഷ്ടസൗഹൃദപൂർണ്ണമാക്കാൻ ശരത്ത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ആശയങ്ങളിലും വികസന കാഴ്ചപ്പാടുകളിലും മാത്രമാണ് ശരത് ലാൽ തൻ്റെ വോട്ടർമാരോട് വിധിന്യായം അഭ്യർത്ഥിക്കുന്നത്. പ്രാഥമിക സൗകര്യങ്ങളുടെ വികസനം, അതുതന്നെയാണ് ശരത് ലാൽ ഉറപ്പു നൽകുന്നത്.